Hi friends, welcome to Shamna's Kitchen and Craft. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റാഫെല്ലോ കോഫി പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു കോമ്പിനേഷൻ പുഡിങ് യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ആരും ചെയ്തതായിട്ട് കണ്ടില്ല. ഞാനിത് ഇവിടെ പ്രിപ്പയർ ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാണ് നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ കണ്ടൻസ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം നമുക്ക് റാഫെല്ലോ പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കണ്ടൻസ് മിൽക്കുമാണ് ആവശ്യം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് കണ്ടൻസ് മിൽക്ക് മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. റാഫെല്ലോയും പിന്നെ നമ്മുടെ കോഫിയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, അതുവരെ നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ റാഫെല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മോൾഡിൽ സിലിക്കൻ്റെ കപ്പാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന റാഫെല്ലോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു മോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കപ്പ് വാങ്ങിച്ച് വെക്കത്തില്ല, അതിലും നമുക്ക് ഇതുപോലെ അതും നമ്മുടെ റാഫെല്ലോ വെച്ചിട്ട് നമുക്ക് ആ ഒരു കപ്പിൻ്റെ ഒരു മോഡലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് കൈ വെച്ച് ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ആ ഒരു കപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടൻസ് മിൽക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ടും വെച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആ റാഫെല്ലോ നമുക്ക് ആ കപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് എടുക്കാം. ഈ ഒരു പുഡിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വലിയ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ റാഫെല്ലോ എല്ലാ മോൾഡിലും ഈക്വലായിട്ട് തന്നെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കപ്പ് ഷേപ്പിൽ ഞാനെല്ലാം ആക്കി എടുത്തിട്ടുമുണ്ട് കേട്ടോ. ഈ ഒരു സമയം മാത്രമേ ആവുള്ളൂ. ഇനി നമുക്ക് കോഫി പുഡിങ്ങിനുള്ള മിക്സർ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാലും ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും, ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മിക്സർ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കൈയെടുക്കാണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കോൺഫ്ലവർ ഇട്ടേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇതുപോലെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായി നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യം. ഇപ്പം നമ്മുടെ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന റാഫെല്ലോ ഉണ്ടല്ലോ, കപ്പിൻ്റെ ഷേപ്പിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന റാഫെല്ലോയിൽ നമുക്ക് ആവശ്യത്തിന് കോഫിയുടെ മിക്സർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ട്, ഫ്രീസറിലല്ല താഴെ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം എടുത്ത് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റാണ്. ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. അത്രയും നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇനി കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും വെച്ച് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റെഡ് കളറും പിങ്ക് കളറും വെച്ചിട്ട് ഷുഗർ ബോൾസ് വെച്ചിട്ട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തത്. 2 മണിക്കൂറിന് ശേഷം മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തോന്നും നല്ല ഒരു കപ്പ് കേക്ക് ഇരിക്കുന്നുവെന്ന്.
പക്ഷേ എൻ്റെ മൈൻഡിൽ നിന്ന് വന്ന ഈ കപ്പ് കേക്കിൻ്റെ മോഡലിലുള്ള കോഫി പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്.